ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കുക. ഞാനും വിഷ്ണു തമ്മിലുള്ള കല്യാണത്തിന് എനിക്ക് താല്പര്യമില്ല. എല്ലാവരും കൂടെ നിർബന്ധിച്ച കാരണമാണ് ഞാൻ എല്ലാത്തിനും സമ്മതം മൂടിയത്. ഞാനും ഏട്ടനും വർഷങ്ങളോളമായി ഇഷ്ടത്തിലാണ്. അത് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ, ചേച്ചിക്ക് മാത്രമേ അറിയുള്ളൂ. നിനക്ക് പ്രേമിക്കാൻ നിൻ്റെ ചേച്ചിയുടെ ഭർത്താവിനെ കിട്ടിയുള്ളാടി ശവമേ. ചേച്ചിയൊന്നും മിണ്ടാണ്ട് വെക്കുകയായിരുന്നു കുത്തുന്നില്ല. എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അങ്ങനത്തെ അവൾക്ക് അത്രയ്ക്കും കഷ്ടപ്പിടിച്ചു പോയി. അവൾക്ക് അവൾ ഏട്ടനെ പിരിഞ്ഞിരിക്കാൻ പറ്റൂലെന്ന്. ഹെയ്യടി പൊടി ശവമേ. തന്നെയാണ് ഏട്ടനുള്ളത്. അതുപോലെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആരും അന്വേഷിക്കാനോ പിടിക്കാനോ ഒന്നും വരരുത്. വീട്ടുകാരുടെ നിർബന്ധത്തിനാണ് ഞാൻ എല്ലാത്തിനും ഇന്നവരെ സമ്മതിച്ചത്. അല്ലെങ്കിൽ ഇന്ന് ഏട്ടൻ പറഞ്ഞ് നിർബന്ധിച്ചിട്ടോ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടോ ഒന്നും കൊണ്ടല്ല ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം. ഞങ്ങൾ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവരുത്. ഞങ്ങൾ അത്രയും ആത്മാർത്ഥത സ്നേഹിച്ച ആൾക്കാരാണ്. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചുകൊണ്ട്. നിൻ്റെ ചേച്ചിയുടെ ജീവിതം നീ തകർത്ത്. ഇനി ആ കൊച്ചുങ്ങളുടെ ഭാവി ഇനി എന്താവും? നിന്നെ ഇനി തിരിച്ചു കൊണ്ട് വന്നിട്ട് എന്തിനാണ്? നിൻ്റെ കല്യാണം ഉറപ്പിച്ച് വെച്ചാലേ നിന്നെ ഇനി ആരെങ്കിലും കല്യാണം കഴിക്കൂടി? ഞങ്ങൾ പോയി കഴിഞ്ഞാലും പിന്നെ ഞങ്ങൾക്കൊരു പ്രശ്നം വരരുത്. അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ച കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. എനിക്ക് ഏട്ടല്ലാണ്ട് ഒരിക്കലും പറ്റില്ല. ഞങ്ങൾ അത്രയും ഇഷ്ടത്തിലാണ്. അവളെ ഒരു സ്നേഹം ഇത് എത്ര നാൾ കാണുമെന്ന് കണ്ടറിയാം. വർഷങ്ങളോളായിട്ട് ഞങ്ങൾ ഇഷ്ടത്തിലാണ്. ഈ ഉമ്മയൊക്കെ വെച്ച് എന്തിനാടി നീ നാട്ടുകാരെ കാണിക്കുന്നത്? നാണമില്ലേടി കുരുപ്പേ? ഞങ്ങൾ അന്വേഷിച്ച് ആരും വരരുത്. ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ല രണ്ടുപേർക്കും. 3 കൊച്ചുങ്ങളുള്ള നീ, കൊച്ചുങ്ങളും ഭാര്യയുള്ള നീ ഈ പണി ചെയ്യണ്ടായിരുന്നു കേട്ടോ, സ്വന്തം അനിയത്തി. പിന്നെ വീട്ടുകാർ നിജോനും എല്ലാ കാര്യങ്ങളും അറിയാം. അല്ലാതെ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാ തെളിവും അവളെ കയ്യിലുണ്ട്. ഈ തെളിവും അവളെ കയ്യിൽ തന്നെ കിട്ടുക. നീ നിൻ്റെ കൊച്ചുങ്ങളെ ഒരു നിമിഷം നീ ഓർത്തോ? മാറി നീ സ്വന്തം അനിയത്തി, സ്വന്തം പെങ്ങളായിട്ട് കാണേണ്ടവല്ലേ ആ പെണ്ണ്. അപ്പോൾ ഒരിക്കലും ഞങ്ങൾ അന്വേഷിച്ച് വരരുത്. ഞാൻ വരും തിരിച്ചു വരും. എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് എനിക്ക് 2-3 ആൾക്കാരെ കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ ഞാൻ വരും. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. അപ്പോൾ ഇനി ലിസ്റ്റിലുണ്ട് 3 പേര്. ഇനി അവളുമാരെയും കൊണ്ടുപോകാൻ വരും അല്ലേ? നീ അങ്ങനെയുള്ളവനാണ്. പെണ്ണെ നീ സൂക്ഷിച്ചോ, അവൻ നിന്നെ കളഞ്ഞിട്ട് പോകും, അത് ഉറപ്പാണ്.